ഇതിനെ അർബണാക്കി. നിർമ്മൽ ഭാരത് അഭിയാൻ, അതാണ് നമ്മൾ ഇന്ന് കേൾക്കുന്ന സ്വച്ഛ് ഭാരത് മിഷൻ. അതേപോലെ തന്നെ പല സ്കീമുകൾ, ഇപ്പൊ ഡിജിറ്റൽ ഇന്ത്യ എന്ന്, മേക്ക് ഇൻ ഇന്ത്യ, ഡിജിറ്റൽ ഇന്ത്യ എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. മേക്ക് ഇൻ ഇന്ത്യ, നാഷണൽ മാനുഫാക്ചറിംഗ് പോളിസി, ഇതൊക്കെ മുന്നേ ഉണ്ടാകുന്ന സ്കീം തന്നെയാണ്. അതേപോലെ തന്നെ ഡിജിറ്റൽ ഇന്ത്യ, നാഷണൽ ഗവർണൻസ് പ്ലാൻ, അതേപോലെ നമ്മുടെ പ്രധാനമന്ത്രി ജൻ ഔഷധി ഒക്കെ ഉണ്ടല്ലോ, പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി പരിയോജന. ഈ ബ്രോ പറഞ്ഞൊക്കെ കറക്റ്റാണ്. പണ്ട് ഇതൊക്കെ സ്കീമുകളൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ പ്രശ്നം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് തന്നെ അറിയില്ലായിരുന്നു ആ സ്കീമുകളൊക്കെ എത്ര ആളുകൾക്ക് എത്തിക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വീടുകളും കക്കൂസുകളും കെട്ടിയെന്ന് പറഞ്ഞിട്ട് 10 കൊല്ലം വരിക്കില്ലല്ലോ. അതാണ് സ്കീമുകൾ എല്ലാവർക്കും എത്തണം. അത് രാജീവ് ഗാന്ധി കൊണ്ടുവന്നാൽ അവിടെ 100 രൂപ അയച്ചാൽ ഇവിടെ 25 പൈസ കിട്ടുള്ളൂ. അതായിരുന്നു പ്രശ്നം. ഒന്ന്. രണ്ടാമത്തെ പ്രശ്നം, മേക്ക് ഇൻ ഇന്ത്യ, ഡീറ്റെയിൽ ഇന്ത്യ ഒക്കെ അവരുടെ കാലത്തിനുള്ള സംഭവങ്ങളാണെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ഇന്ത്യ വന്നപ്പോൾ പാർലമെന്റിൽ ഏറ്റവും കൂടുതൽ എതിർത്ത് പി ചിദംബരം നടത്തിയൊരു പ്രസ്താവന ഉണ്ട്. അതായത് പൊട്ടറ്റോ മാർക്കറ്റിൽ, അതായത് പച്ചക്കറി കച്ചവടം നടത്തുന്ന അമ്മച്ചി എങ്ങനെയാണ് ക്രെഡിറ്റ് കാർഡ് സ്വൈപ്പ് മെഷീനിൽ ചെയ്യാറുണ്ട്. ഇന്നിപ്പോൾ ഡീറ്റെയിൽ ഇന്ത്യ അവിടെ, മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ സംരംഭങ്ങൾ ഇത്രയും വ്യാപുലമായിട്ട് അവർ കൊണ്ടുവന്ന സാധനം എന്തുകൊണ്ട് ജനങ്ങളിലേക്ക് എത്തിച്ചില്ല? കാരണം അവർ 2G 3G 4G 5G എന്ന് പറഞ്ഞ് കളിച്ചിട്ട് അഴിമതിയുടെ കൂമ്പാരമായപ്പോൾ ആളുകളെടുത്ത് പുറത്തിട്ടാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഇവർ ഗ്യാസ്, കക്കൂസ്, വീട് പറഞ്ഞിട്ട് എല്ലാവർക്കും കൊടുത്തു. സ്വച്ഛ് ഭാരത് അഭിയാൻ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളിലേക്ക് അതേപോലെ തന്നെ പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു നാലാമത്തെ വെച്ചാൽ അന്ന് സോഷ്യൽ മീഡിയ എല്ലാം, ഇന്ന് സോഷ്യൽ മീഡിയ ഉണ്ട്. അദ്ദേഹം എന്താ ചെയ്ത് സോഷ്യൽ മീഡിയക്ക് വേണ്ടിയിട്ട് ഇന്റർനെറ്റ് സുലഭമാക്കി. അപ്പോൾ സോഷ്യൽ മീഡിയ എന്തായാലും ബൂമാവും. സോഷ്യൽ മീഡിയ ബൂമായി കഴിഞ്ഞാൽ വാട്സപ്പിൽ നിന്ന് ഫേസ്ബുക്കായി, ഫേസ്ബുക്കിൽ നിന്ന് ഇപ്പോൾ യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം എല്ലാം ആയി. അപ്പോൾ ഇങ്ങനത്തെ ചില നിലപാടുകളാണ് ഇന്ന് ഈ ഭരണമാറ്റത്തിൽ എത്തിച്ചിരിക്കുന്നത്. അതായത് 60 കൊല്ലം ഭരിച്ച ദേശീയ പാർട്ടി എന്തായാലും എല്ലാ സ്കീമുകളുടെയും ആവിർഭാവം ഉടൻ തന്നെ ആവുമല്ലോ. ഈ ലാസ്റ്റ് 11 കൊല്ലത്തിൽ ഉണ്ടാക്കിയതൊന്നും ആവില്ലല്ലോ. പക്ഷേ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ, അതിൻ്റെ പ്രാപ്തത അത് ലോകത്തിലേക്ക് എത്തിക്കുക, ജനങ്ങളിലേക്ക് എത്തിക്കുക, അതിൻ്റെ പബ്ലിസിറ്റി, അതിലേക്കാണ് ഇവർ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, കക്കൂസ്, വീട്, അതേ ശൗചാലയം, കക്കൂസ് എന്ന് പറയുന്നതിലൊക്കെ ശൗചാലയം, വീട്, അതേപോലെ ഗ്യാസ്, ഇതൊക്കെ ആളുകളിലേക്ക് എത്തിച്ചുകൊണ്ട് മാത്രമാണ് അവർക്ക് ഇനീഷ്യൽ ആ 2019 ജയിക്കാൻ പറ്റിയത്. അതാണ് അവരുടെ നേട്ടങ്ങളായിട്ട് അവർ പറയുന്നത്, ഇപ്പോഴും പറയുന്നത്. അപ്പോൾ ഇതെന്തുകൊണ്ട് ജനങ്ങൾക്ക് മുൻകാലത്ത് എത്തിയില്ല എന്നുള്ളതാണ് ആ ഒരു ഭരണകാലത്തിൻ്റെ പിടിപ്പുകേട് എന്ന് പറയുന്നത്. ഇത് നന്നായേ ഉള്ളൂ, ഇങ്ങനെ കാണിച്ചത് നന്നായി. അപ്പോൾ ആളുകൾക്ക് മനസ്സിലാവും എവിടെയാണ് പിടിപ്പുകേട് വരുന്നത് എന്നുള്ളത്. നന്ദി ബ്രോ.